ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന കാപ്പിലുള്ള ഒരു ഹിഡൻ സ്പോട്ടിലോട്ടാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആരും ശല്യം ഇല്ലാതെ കുറച്ച് സമയം നമ്മുടെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണിത്. നമ്മളെന്നും ഈ റോഡ് വഴി നേരെ അങ്ങ് പോകാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കായലിൻ്റെയും അപ്പുറത്ത് കരയുടെയും നടുക്കുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ പറയാം, ഇത് കുറച്ചധികം നടക്കാനുണ്ട്. നമുക്ക് ഈ സ്ഥലത്തേക്ക് രണ്ട് രീതിയിൽ പോകാം. ഒന്ന് കാപ്പിൽ ബീച്ചിൽ ചെന്നിട്ട് അതുവഴി നേരെ ഇങ്ങ് നടന്ന് ഫ്രണ്ടിലോട്ട് വന്നാൽ മതി. പിന്നെ രണ്ടാമത് നമ്മൾ കാപ്പിൽ ബീച്ചിലോട്ട് പോകുന്ന വഴിയിൽ വെറ്റക്കട എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു പള്ളിയുണ്ട്, അതിൻ്റെ ഇടവഴി കൂടെ നടന്നു വരാം. കാറുണ്ടെങ്കിൽ പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ ബൈക്ക് ആയതുകൊണ്ടാണ് പകുതി ദൂരം വരെ ഞങ്ങൾ ബൈക്കിൽ വന്നത്. പിന്നെ ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ വൈകിട്ട് ഒരു 4 മണിയോടുകൂടിയാണ് അങ്ങോട്ട് പോയത്. വെയിലുണ്ടെങ്കിലും പക്ഷേ ചൂടില്ല, നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പുറ സൈഡിൽ കടലാണ്, ഈ സൈഡിൽ കായലാണ്. അപ്പം ഇവിടെ കണ്ടൽക്കാടൊക്കെ ഉണ്ട്. അപ്പം നല്ല കാറ്റാണ്. അതുകൊണ്ട് വെയിൽ അത്ര കാര്യമായിട്ട് ചൂടൊന്നും തോന്നത്തില്ല. ഈ അവധി ദിവസങ്ങളിൽ നമുക്കറിയാം കാപ്പിൽ ബീച്ചിലോട്ട് അടുക്കാൻ പറ്റത്തില്ല. കാപ്പിൽ ബീച്ചിലും കായലിലും നല്ല തിരക്കായിരിക്കും. അപ്പം അതേ സെയിം സ്ഥലമാണ് ഈ കാണുന്നതും. അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് മാറി ആരെയും ശല്യമില്ല, ഇവിടെയൊന്നും ഒരൊറ്റ മനുഷ്യരില്ല. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ പോയപ്പോൾ അവിടെ 1-2 ഫാമിലീസും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാപ്പി കായലിൽ ഇറങ്ങുന്ന പോലെ തന്നെയാണ്, ആ സെയിം തന്നെയാണ് ഇതും. പിന്നെ ഞങ്ങൾ ഇറങ്ങാത്തത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ തിരിച്ച് അങ്ങറ്റം വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് പയ്യന്മാരൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര ആഴമില്ല. നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഈ പ്ലേസാണ് ഈ ഭാഗത്തിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. ഇവിടെ വെച്ച് ഞങ്ങൾ തിരിച്ചു വന്നപ്പം സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഫോണിലൂടെ ഒന്നും കാണുന്ന പോലെ ഒന്നും അല്ല, നേരിട്ട് കാണാൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ്. നമ്മൾ കുറച്ച് നേരം നമ്മുടെ മൈൻഡൊക്കെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിപ്പോവും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആകെ 1-2 ഫാമിലീസ് മാത്രമേ ഉള്ളായിരുന്നു, തിരക്കൊന്നുമില്ല. നന്ദുക്കുട്ടൻ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്ദുക്കുട്ടൻ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. നന്ദുക്കുട്ടൻ മീൻ പിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. കായലിൻ്റെ ഇപ്പുറത്തോട്ട് ബീച്ച് സൈഡാണ്. ബീച്ച് സൈഡിലും ആരുമില്ല. ഞാനും നന്ദുക്കുട്ടനും കുറേ നേരം കളിച്ചു. വേണമെങ്കിൽ നമുക്കിതൊരു നമ്മുടെ പ്രൈവറ്റ് ബീച്ചായിട്ട് വേണമെങ്കിലും കണക്കാക്കാം. ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ നടന്ന് തിരിച്ചു വന്നപ്പോഴേ മണി 5:30 കഴിഞ്ഞ്. വൈകുന്നേരം ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയ പോലെ ആയിരുന്നില്ല, നിറച്ചും ബട്ടർഫ്ലൈസ് ആയിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ബട്ടർഫ്ലൈസിനെ ഒരുമിച്ച് കാണുന്നത്. പക്ഷെ എൻ്റെ ക്യാമറാമാൻ എന്നെ ചതിച്ചു ഗൈസ്, ആളതൊന്നും വീഡിയോയെടുത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ നന്ദുക്കുട്ടൻ അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്നത്. പൂമ്പാറ്റയെ പിടിക്കാനോടുന്ന്, അതിനെ പറത്തുനിന്ന്, പിടിക്കുന്നു, വലിക്കുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ വന്ന് ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഇതൊന്നും ക്യാമറയ്ക്ക്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാപ്പിൽ ബീച്ചിലോട്ടാണ് വന്നത്. കാപ്പിൽ ബീച്ചിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റോഡിൽ കൂടെയുള്ള യാത്രയാണ്. കാരണം ഒരു സൈഡിൽ കായൽ, ഒരു സൈഡിൽ കടൽ, അസ്തമിക്കാറായി നിൽക്കുന്ന സൂര്യൻ. അന്തസ്. ഇതിൽ കൂടുതൽ ഇനി വേറെ എന്ത് വേണം? ഒരിക്കലെങ്കിലും ലൈഫിൽ നേരിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ കാപ്പിൽ ബീച്ച്. ഞാൻ പറഞ്ഞില്ലേ, സൺഡേ നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളതുകൊണ്ട് ബീച്ച് സൈഡിലോട്ട് പോയില്ല. ഞങ്ങളവിടെ ആ പാറയിലൊക്കെ ഇരുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച്, പിന്നെ അവിടെ ഒരു ചേച്ചി വണ്ടിയിൽ ഒരു പായസം വെക്കുന്നുണ്ടായിരുന്നു, സേമിയ പായസം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ഞാൻ മറന്നുപോയി. പണ്ടൊന്നും കാപ്പിൽ ഇത്രയും തിരക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പം നല്ല തിരക്കാണ്. നമ്മൾ ബീച്ചിലോട്ട് ഇങ്ങോട്ട് വരുന്ന സൈഡിൽ ശരിക്കും കച്ചവടക്കാരുണ്ട്. പാനിപ്പൂരി, മോമോസ്, ജ്യൂസ് ഐറ്റം, ചായ, അങ്ങനെ ഒരുപാട് സാധനങ്ങളും. അതുപോലെ നല്ല തിരക്കും ഉണ്ട് ഇപ്പോൾ. ഞാനും നന്ദൂസം അവിടെ ഇരുന്ന് മീൻ പിടിക്കാൻ പോയവരെ ബോട്ടിൻ്റെ എണ്ണമൊക്കെ എടുത്തു. പിന്നെ 6:45 അപ്പോഴത്തേക്കും സൂര്യൻ പോയി, അടുത്ത ചന്ദ്രൻ വന്നു. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് ലൈഫ് ബേക്കറിയിലോട്ടായിരുന്നു. അവിടെ പോയി 2 കുട്ടി ഷാർജ കുടിച്ചു. കുട്ടി ഷാർജ 20 രൂപയുള്ളേ, നല്ല അടിപൊളിയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഒരു ചിക്കൻ പപ്സും കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇരിക്കുന്നു നമ്മുടെ ദുൽഖർ സൽമാൻ. പിന്നെ ഗ്രിൽ ഹൗസിൽ കയറി ഒരു മന്തിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് മന്തി കഴിച്ചു. പിന്നെ നമ്മളൊരു സിനിമ കണ്ടു, പ്രാവിൻകൂടി ഷാപ്പ്.
അതും കണ്ട് കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഞായറാഴ്ചത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.